ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പർ, തിങ്കളാഴ്ചത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പർ, ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒത്തിരി വലിയ ന്യൂസുകളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ പറ്റിയ ന്യൂസുകൾ ഇതിൽ കുറവാണ്. ഒരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ജയ് കിസാൻ എന്ന് പറഞ്ഞ കർഷക മാർച്ചിനെ കുറിച്ചാണ്. അത് ഏതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാമേഴ്സ് മാർച്ച് നാസിക്കിൽ നിന്ന് മുംബൈ വരെ ഫാമേഴ്സിന്റെ തൗസൻഡ്സ് ഓഫ് ഫാമേഴ്സ് മാർച്ച് ചെയ്യുകയും അവർ കുറെ ഡിമാൻഡ്സ് ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് മുന്നിൽ വയ്ക്കുകയും മഹാരാഷ്ട്രയുടെ ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററായ ദേവേന്ദ്ര ഫഡ്നാവിസ് ആ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അത് ഈ ഫാമേഴ്സ് മാർച്ചിന്റെ വലിയൊരു സക്സസ് ആയിട്ട് നാഷണൽ മീഡിയാസും നമ്മളെ കേരളത്തിലെ റീജിയണൽ മീഡിയാസും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്തു. അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് ന്യൂസ്. അതിൽ വേറെ ഒന്നും വലുതായിട്ട് പറയാനില്ല. പിന്നീട് തേനി തമിഴ്നാട്ടിലെ തേനിയിലെ കുരങ്ങണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കാട്ടുതീയിൽ 10ഓളം പേര് വെന്ത് മരിച്ചു, ട്രക്കിങ്ങിന് പോയ ആൾക്കാർ. അത് മറ്റൊരു ന്യൂസാണ്. അതിലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊന്നും ഇല്ല. പിന്നീട് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നേപ്പാളിൽ ഒരു ബംഗ്ലാദേശി പ്ലെയിൻ തകർന്ന ആൾക്കാർ മരിച്ചതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അത് ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് വീരേന്ദ്രകുമാർ മോസ്റ്റ് പ്രോബ്ലി രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടും. ഈ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറൂടെ ആയ വീരേന്ദ്രകുമാർ ഇപ്പോൾ LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് രാജ്യസഭയിലേക്ക് നോമിനേഷൻ നൽകി. അദ്ദേഹം രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ഉറപ്പാണ്. കാരണം LDFന്റെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച്, കാര്യം എന്ന് വെച്ചാൽ രാജ്യസഭയിലേക്കുള്ള MP മാരെ സെലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ MLA മാരാണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്നതാണ്. രാജ്യസഭയിലേക്കുള്ള MP മാരെ ഇലക്ട് ചെയ്യുന്നത് ആരാണെന്നാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ MLA മാരാണ്. ഇപ്പൊ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ LDFന് വലിയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം ടു ഗെറ്റ് ഇലക്ട് ദീസ് ഈ അവരുടെ കാൻഡിഡേറ്റ് വീരേന്ദ്രകുമാറിനെ പിന്നീട് ഇലക്ട് ചെയ്യിപ്പിക്കാൻ അവർക്ക് പറ്റും. ഇപ്പൊ വീരേന്ദ്രകുമാർ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ഉടനെ തന്നെ രാജ്യസഭ MP ആയിട്ട് സെലക്ട് ചെയ്യപ്പെടും. അതുപോലെ കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യസഭ MP വരുന്നത് BJPയുടെ മുരളീധരനാണ്. അദ്ദേഹം മഹാരാഷ്ട്ര, കാര്യം BJPക്ക് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു MLA മാത്രമേ ഉള്ളൂ. അവർക്ക് ആ ഒരു MLA ഉപയോഗിച്ച് അവരുടെ രാജ്യസഭ കാൻഡിഡേറ്റിനെ ഇലക്ട് ചെയ്യിപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല. സോ മുരളീധരൻ പിന്നീട് ഇലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അത് BJPയുടെ സെൻട്രൽ ഗവൺമെന്റ് കേരളത്തിലെ BJP ലീഡർഷിപ്പിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണെന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഉണ്ട്. അതും നമുക്ക് ഒന്നും അറിയാനുള്ള, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ നിന്ന് രാജ്യസഭ MP മാര് 9 പേരാണുള്ളത്. അതിൽ മുരളീധരൻ പക്ഷേ കേരളത്തിൽ നിന്ന് ഇലക്ട് ചെയ്യപ്പെട്ട രാജ്യസഭ MP അല്ല, അല്ലെങ്കിൽ രാജ്യസഭ MP ആകത്തില്ല. പിന്നീട് മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ സി ജിൻപിങ് പിന്നീട് ചൈനയുടെ എക്കാലത്തെ എത്ര കാലം വേണമെങ്കിലും ചൈന ഭരിക്കാവുന്ന പ്രസിഡന്റായിട്ട് സി ജിൻപിങ് മാറാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മിനിസ്റ്റർ G. സുധാകരൻ, കേരളത്തിന്റെ പൊതുമരാമത്ത് മിനിസ്റ്ററാണ് G. സുധാകരൻ. അപ്പൊ അത്രയൊക്കെ മാത്രമാണ് മാതൃഭൂമി ന്യൂസ് പേപ്പറിലുള്ളത്. അതിന് മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ ഈ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ നമുക്ക് ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പെൻഡിങ് സാറ്റർഡേയിലെയും സൺഡേയിലെയും ന്യൂസ് പേപ്പർ ഉണ്ട്. സാറ്റർഡേ ന്യൂസ് പേപ്പർ ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. സൺഡേയിലെ ന്യൂസ് പേപ്പർ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. സൺഡേ ന്യൂസ് പേപ്പറിലുള്ള ഒരു ന്യൂസ് NCRBയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NCRB എന്ന് പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. NCRBയുടെ ഡയറക്ടറാണ് ഇഷ് കുമാർ. ISH ഇഷ് കുമാറാണ് NCRBയുടെ ഡയറക്ടർ. അതുപോലെ SSB എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പാരാമിലിറ്ററി ഫോഴ്സസിൽ ഒരെണ്ണമാണ് SSB, സശസ്ത്ര സീമാ ബൽ. SSB അല്ലെങ്കിൽ സശസ്ത്ര സീമാ ബലിന്റെ ഹെഡാണ്, ഡയറക്ടറാണ് രജനീകാന്ത് മിശ്ര. പിന്നെ ത്രിപുരയുടെ ഗവർണർ പേരുണ്ട് ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിൽ. ത്രിപുരയുടെ ഗവർണർ തഥാഗത റോയ്. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് വേൾഡിൽ നടന്നു. അത് നടന്നത് തായ്ലൻഡിലെ പട്ടായയിൽ വെച്ചാണ് നടന്നത്. അത് എവിടെ വെച്ച് നടന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വിൻ ചെയ്തത് ലോകത്തിലെ
ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറയാം നമുക്കിതിന്. അതിൽ വിൻ ചെയ്തത് പിന്നീട് വിയറ്റ്നാമിൻ്റെ കണ്ടസ്റ്റൻ്റായ പേര് NGUYEN ഫസ്റ്റ് വേർഡ്, HUONG സെക്കൻഡ് വേർഡ്, GIANG തേർഡ് വേർഡ്. ഒന്നുകൂടെ വായിക്കാം. NGUYEN ഫസ്റ്റ് വേർഡ്, HUONG സെക്കൻഡ് വേർഡ്, GIANG തേർഡ് വേർഡ്. അപ്പം അതിനെന്താ വായിക്കാം? ജൂയൻ ഹ്യോങ് ജിയാങ് എന്ന് പറയുന്ന പിന്നീട് വിയറ്റ്നാംകാരി എന്ന് പറയാം തൽക്കാലം. ട്രാൻസ്ജെൻഡർ ആണ് അവരാണ് ഈ കോൺടെസ്റ്റ് വിൻ ചെയ്തത്. അവർക്ക് കിട്ടിയ ടൈറ്റിലിന്റെ പേര് മിസ് ഇന്റർനാഷണൽ ക്യൂൻ എന്നാണ്. മിസ് ഇന്റർനാഷണൽ ക്യൂൻ. മൈക്രോ ഫിനാൻസിങ്ങിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൈക്രോ ഫിനാൻസിങ് ചെറുകിട ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളെയാണ് MFIs മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. MFIs അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ചെറുകിട ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോൺ എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലോൺ എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. 1,00,000 രൂപയെ കൂടുതൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോൺ കൊടുക്കാൻ പറ്റില്ല. പിന്നെ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഞാൻ ഇന്നലെ പറഞ്ഞാണ്, ലക്സംബർഗ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ യൂണിയന്റെ ബാങ്കാണ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, EIB എന്ന് പറയുന്നത് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. OMC ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെയാണ് OMCs എന്നറിയപ്പെടുന്ന ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, OMCs. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു ന്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ ഇറാനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇറാന്റെ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാം, പിന്നെ ഹസൻ റോഹാനിയാണ് ഇറാന്റെ പ്രസിഡന്റ്. അതുപോലെ അത് പിന്നെ സ്ഥിരം വരുന്നതാണ്, US-ഉം നോർത്ത് കൊറിയയും തമ്മിൽ പീസ് ടോക്ക് നടത്താൻ പോകുന്ന ഒരു ന്യൂസ്. അത് ഞാൻ 1-2 തവണ പറഞ്ഞാണ്. US നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ ആണ്. കിം ജോങ് അൺ. പിന്നെ മൈത്രിപാല സിരിസേന ശ്രീലങ്കയുടെ പ്രസിഡന്റ് ശ്രീലങ്കയിലെ മുസ്ലിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന റയറ്റിനെ കുറിച്ച് അന്വേഷണം നടത്താൻ, സ്ട്രോങ് ആയിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. IOR ഇന്ത്യൻ ഓഷൻ റീജിയൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്. IOR ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഫസ്റ്റ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇന്ത്യൻ ഓഷൻ റീജിയനിലെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനുള്ള എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു ഇന്ത്യയുമായിട്ട്. IOR ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISAയുടെ ഇന്ത്യയിൽ ഇപ്പം നടന്ന മീറ്റിംഗ് ആണ്, അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ്. പിന്നെ ശുഭാങ്കർ ശർമ്മ, മാറ്റ് വാലസ്, ഇവരുടെയൊക്കെ പേരുണ്ട്. മാറ്റ് വാലസ് എന്ന് പറയുന്ന പ്രാവശ്യത്തെ ഇന്ത്യൻ ഓപ്പൺ ഗോൾഫ് ടൈറ്റിൽ വിൻ ചെയ്ത മാറ്റ് വാലസ് ആണ്. WALLAC. ശുഭാങ്കർ ശർമ്മ ഇന്ത്യയുടെ ലീഡിംഗ് ഗോൾഫ് പ്ലെയർ. പിന്നെ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാഡ്മിന്റൺ ടൂർണമെന്റ്. അത് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് കഴിഞ്ഞു. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് എന്ന് പറയുന്ന ഹോക്കി ടൂർണമെന്റ് വിൻ ചെയ്ത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യ അതിൽ 5th പൊസിഷനിലാണ് ഫിനിഷ് ചെയ്തത്. പിന്നെ നിക്ക് കിർഗിയോസ്, NICK, നിക്ക് കിർഗിയോസ്, KYRGIOS, നിക്ക് കിർഗിയോസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ ആദ്യത്തെ 10 പേരിൽ ഒരാളായിട്ടുള്ള ഒരു ടെന്നീസ് പ്ലെയർ ആണ് നിക്ക് കിർഗിയോസ്. പിന്നീട് ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഹിമാന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് ആസാമിലെ ഒരു മിനിസ്റ്ററും ഒപ്പം BAI ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമാണ്. BAI ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ പ്രസിഡന്റുമാണ്. പിന്നെ OP റാവത്തുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. OP റാവത്ത് എന്ന് പറയുന്നത്, ഓം പ്രകാശ് റാവത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. OP റാവത്ത്, ഓം പ്രകാശ് റാവത്ത്. പിന്നെ E-way ബില്ലിംഗ് എന്ന് പറയുന്ന പരിപാടി April 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ഞാൻ 1-2 ദിവസം ഡിസ്കസ് ചെയ്തതാണ്. GST ആയിട്ട് ബന്ധപ്പെട്ട ഗുഡ്സ് ട്രാഫിക്കിന് ഉപയോഗിക്കുന്നതാണ് E-way ബില്ലിംഗ് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് April 1 തൊട്ട്.
ഇന്ത്യയും US-ഉം ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് രൂപീകരിച്ച ഒരു സംഭവമാണ് ക്വാഡ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോൾ അത് വീണ്ടും പറഞ്ഞ് ക്വാഡ് ഇപ്പോൾ എല്ലാവരും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ക്വാഡിലാറ്ററൽ 4 രാജ്യങ്ങളുള്ളതുകൊണ്ടാണ് അതിന് ക്വാഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ, US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. അതുപോലെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അശോക് ഗജപതി രാജു ഇന്ത്യയുടെ നരേന്ദ്രമോദി മിനിസ്റ്ററിൽ നിന്ന് രാജിവെച്ചിരുന്നു, റിസൈൻ ചെയ്തിരുന്നു. ആ ഒഴിവിൽ ഇപ്പോൾ സിവിൽ ഏവിയേഷന്റെ അഡീഷണൽ ചാർജ് കൊടുത്തിരിക്കുന്നത് സുരേഷ് പ്രഭുവിനാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആരെന്ന് ആരെങ്കിലും എക്സാമിന് ചോദിച്ചാൽ പറയുക സുരേഷ് പ്രഭു ആണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. അപ്പം അത്രയായപ്പോഴത്തേക്ക് സൺഡേയിലെ ന്യൂസ് പേപ്പറും കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ്, ഇന്നത്തെ ന്യൂസ് പേപ്പറും പിന്നെ സാറ്റർഡേയിലെ ന്യൂസ് പേപ്പറുമാണ്. സാറ്റർഡേയിൽ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണം, അതായത് വെനസ്ഡേയിലെ ആധാർ ലിങ്ക്. ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു വേർഡിക്റ്റ് വന്നു. ആധാർ ലിങ്ക് ഡെഡ്ലൈൻ എക്സ്റ്റെൻഡഡ് ഇൻഡെഫിനിറ്റ്ലി എന്നാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഹെഡിങ്. അതായത് അതിന്റെ അർത്ഥം നമ്മളെ ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മളുടെ ഇൻഷുറൻസ് പോളിസീസ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഫോണുകൾ എല്ലാവുമായിട്ട് ആധാർ മാർച്ച് 31 ലിങ്ക് ചെയ്യണമെന്നായിരുന്നു ഗവൺമെന്റിന്റെ ഡയറക്റ്റീവ്. പക്ഷേ ഇന്നലത്തെ സുപ്രീം കോടതി വിധി അനുസരിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ആധാറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ വാദം കേട്ട് സുപ്രീം കോടതി വിധി പറയുന്നത് വരെ ഇതൊന്നും ലിങ്ക് ചെയ്യാനുള്ള ഡെഡ് ലൈൻ നിലനിൽക്കൂല. അതുകൊണ്ട് ലിങ്ക് ഇപ്പൊ തൽക്കാലം ചെയ്തിട്ടും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി, അതായത് സബ്സിഡീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് പിന്നീട് സാലറി കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്യാസ് സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട്, ഫെർട്ടിലൈസർ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്യേണ്ടി ആയിട്ടുണ്ട്. അതിലൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ മൊബൈൽ ഫോണുകൾ, മൊബൈൽ നമ്പറുകൾ, അതുപോലെ ഇൻഷുറൻസ് പോളിസീസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആധാറായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഡെഡ് ലൈൻ മാർച്ച് 30 എന്നുള്ളത് ഇനി പ്രശ്നമില്ല. അതുപോലെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന റെക്സ് ടില്ലേഴ്സിനെ ഫയർ ചെയ്തു. അല്ലെങ്കിൽ റെക്സ് ടില്ലേഴ്സിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അമേരിക്കയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പം ആ പൊസിഷനിൽ നിന്ന് റെക്സ് ടില്ലേഴ്സിനെ മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് മൈക്ക് പോംപിയോയെ പുതിയ പിന്നീട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്കി. MIKE, മൈക്ക് പോംപിയോ, POMPEO അറിഞ്ഞിരിക്കുക. പിന്നെ കോബ്ര, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. കോബ്ര മാവോയിസ്റ്റുകൾക്ക്, നക്സലൈറ്റുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്തുന്ന CRPFന്റെ വിങ് ആണ് കോബ്ര, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ. ഇന്നലെ മാവോയിസ്റ്റുകൾ 9 CRPF മെന്നിനെ ഛത്തീസ്ഗഡിൽ വധിച്ചു എന്നൊരു ന്യൂസ് ഉണ്ട്. അതെന്തായാലും ഒരു ട്രാജിക് ന്യൂസ് ആണ്. അതുപോലെ സുപ്രീം കോടതിയുടെ ഇന്നലത്തെ വേറൊരു വേർഡിക്റ്റ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹമായിരുന്നു ലീഗൽ പ്രൊഫഷൻ മറ്റ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് കൂടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതായത് ഫോറിൻ കൺട്രീസിലെ അഡ്വക്കേറ്റ്സിനൊക്കെ വന്ന് ഇന്ത്യയിൽ ലോ ഫേംസ് തുടങ്ങാൻ, ഇന്ത്യയിൽ പെർമനന്റ് ആയിട്ട് ലോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റണം എന്ന രീതിയിൽ ആ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു. SC shuts the door on foreign law firms എന്നാണ് ഈ ന്യൂസ്. SC shuts the door on foreign law firms. അതായത് ഫോറിൻ ലോ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനോ, ഇന്ത്യയിൽ പെർമനന്റ് ആയിട്ട് അവിടുത്തെ ലോയേഴ്സിന് ലീഗൽ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാനോ കഴിയില്ല എന്നാണ് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ വിധി. പക്ഷേ ഫ്ലൈ ഇൻ ഫ്ലൈ ഔട്ട് മോഡിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കേസ് വാദിച്ച് തിരിച്ചു പോകുന്ന ഫോറിൻ അഡ്വക്കേറ്റ്സ്, അത് അവർക്ക് ബാനൊന്നുമില്ല. പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ വന്ന് ലീഗൽ പ്രൊഫഷൻ പിന്നീട് പർസ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാനോ പറ്റില്ല ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ലോയേഴ്സിന്. ഇന്നലെ അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ വിധി. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സ്കാം ഉണ്ടായത് കാരണം ഇന്നലെ റിസർവ് ബാങ്ക് 2 കാര്യങ്ങൾ ബാൻ ചെയ്തു. ബാങ്കുകൾ 2 കാര്യങ്ങൾ ചെയ്തത്: LOUs ആൻഡ് LOCs. ആൻഡ് രണ്ടിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. LOU ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആൻഡ് LOC ലെറ്റർ ഓഫ് കംഫർട്ട്. LOU ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആൻഡ് LOC ലെറ്റർ ഓഫ് കംഫർട്ട്. ഈ 2 പ്രാക്ടീസസും സ്റ്റോപ്പ് ചെയ്യാൻ പിന്നീട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അതിന്റെ കാരണം PNB സ്കാം ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്കാം. അവിടെ സ്കാം ഉണ്ടാവാൻ കാരണം LOUസുമായിട്ട് ബന്ധപ്പെട്ട മിസ്യൂസ് ആണ് എന്ന് ന്യൂസ് പേപ്പറിൽ വന്നത്. LOUs ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ്സ്. ഹരികൃഷ്ണയുടെ പേരുണ്ട്. ഇന്ത്യയുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഹരികൃഷ്ണ. പിന്നെ വേൾഡിലെ നമ്പർ 1 ബൗളർ സൗത്ത് ആഫ്രിക്കക്കാരനായ കാഗിസോ റബാഡയാണ്. KAGISO, കാഗിസോ റബാഡ, RABADA. ടെസ്റ്റ് ബൗളിംഗിൽ വേൾഡിൽ നമ്പർ 1 ബൗളറാണ്. ടെസ്റ്റ് കാര്യത്തിൽ, ടെസ്റ്റ് ക്രിക്കറ്റിൽ വേൾഡിൽ നമ്പർ 1 ബൗളറാണ് കാഗിസോ റബാഡ, RABADA.
പിന്നെ ISL ഫൈനലായി. ഇപ്പൊ ഐ ലീഗ് കഴിഞ്ഞു. ഐ ലീഗിലെ ചാമ്പ്യന്മാർ മിനർവ പഞ്ചാബാണ് ഐ ലീഗിലെ ചാമ്പ്യന്മാർ. ISL ഫൈനൽ നടക്കാൻ പോയാണ് BFC ബാംഗ്ലൂർ ഫുട്ബോൾ ക്ലബും പിന്നീട് ചെന്നൈയൻ FCയും തമ്മിലാണ്. ചെന്നൈയൻ FCയും BFCയും തമ്മിലാണ് ഫൈനൽ ഐ ലീഗിന്റെ. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അതിന്റെ സെക്രട്ടറി കുശാൽ ദാസ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് പ്രഫുൽ പട്ടേലാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ, സെക്രട്ടറി കുശാൽ ദാസ്. അതുപോലെ ഇറാനി കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇറാനി കപ്പ് എപ്പോഴും നടക്കുന്ന ഒറ്റ മാച്ചേ ഉള്ളൂ. ഇറാനി കപ്പ് ഈസ് എ ക്രിക്കറ്റ് ടൂർണമെന്റ് ആൻഡ് it is having only one match and that match will be between Ranji Trophy champion and rest of India. Ranji Trophy champion team and rest of India. And അവരാണ് ഫേസ് ഓഫ്. അവർ തമ്മിലാണ് ഇറാനി കപ്പിൽ ഫേസ് ഓഫ്. ആൻഡ് കറന്റ് രഞ്ജി ട്രോഫി ചാമ്പ്യൻ ഈസ് വിദർഭ എന്ന് പറഞ്ഞ ടീമാണ് രഞ്ജി ട്രോഫി ചാമ്പ്യൻ. അവര് നേരിടാൻ പോകുന്ന റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ഇറാനി കപ്പ് എന്നുള്ളത് അങ്ങനെ ഒറ്റ മാച്ചേ ഉള്ളൂ, രഞ്ജി ട്രോഫി ചാമ്പ്യനും റെസ്റ്റ് ഓഫ് ഇന്ത്യയും തമ്മിൽ. പിന്നെ സുസ്ലോൺ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സുസ്ലോൺ സുസ്ലോൺ വിൻഡ് ടർബൈൻ മാനുഫാക്ചറിംഗ് ഇന്ത്യയിലെ ഫേമസ് കമ്പനിയാണ് സുസ്ലോണിന്റെ ഫൗണ്ടർ തുളസി തണ്ടിയാണ്. TANTI. ഏഷ്യർ മോട്ടോഴ്സ് കുറിച്ചും റോയൽ എൻഫീൽഡിനെ കുറിച്ചും ന്യൂസ് ഉണ്ട്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുള്ളറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന റോയൽ എൻഫീൽഡ് ഏഷ്യർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനികളിലാണ്. EICHER ഏഷ്യർ മോട്ടോഴ്സ്. അവര് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ കൺട്രീസിലേക്ക് അവരുടെ പിന്നീട് വിൽപ്പന വ്യാപിപ്പിക്കുകയാണ്. പിന്നെ ഇന്നോട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ IPO സ്റ്റാർട്ട് ചെയ്യണം. IPO എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പബ്ലിക് ഓഫർ. IPO പ്രൈമറി മാർക്കറ്റിലേക്ക് അവർ ഇറങ്ങി അവരുടെ ഷെയർസ് വിൽക്കാൻ പോയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു നവരത്ന കമ്പനിയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മഹാരത്ന എന്നും നവരത്ന എന്നും മിനിരത്ന എന്നാണ്. നവരത്ന കമ്പനികളിൽ ഒരെണ്ണമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതുപോലെ നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് എന്താണെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിമം ബാലൻസിന്റെ പെനാൽറ്റി കുറച്ചു. മിനിമം ബാലൻസ് കുറച്ചിട്ടില്ല, മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള പെനാൽറ്റി 75% കുറച്ചു അവർ. അത് നല്ല കാര്യം. മിനിമം ബാലൻസ് ഇപ്പോഴും മെട്രോ സിറ്റീസിൽ 3000 രൂപയും അതുപോലെ സെമി അർബൻ മേഖലകളിൽ 2000 രൂപയും റൂറൽ മേഖലകളിൽ അക്കൗണ്ട് എടുക്കുന്നതിന് 1000 രൂപയാണ്. ഇങ്ങനെയാണ് SBIയുടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ. 3000 rupees ഫോർ മെട്രോ അക്കൗണ്ട് ഹോൾഡേഴ്സ്. മെട്രോ സിറ്റീസ് അതായത് കൊൽക്കത്തയിലും ചെന്നൈയിലും മുംബൈയിലും ഒക്കെ അക്കൗണ്ട് ഹോൾഡേഴ്സിന്. സെമി അർബൻ മേഖലകളിലുള്ളവർക്ക് 2000 rupees ആണ്. റൂറൽ മേഖലയിൽ 1000. ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലുള്ള പെനാൽറ്റി അവർ 75% കുറച്ചു എന്നൊരു ന്യൂസാണ്. ചിദംബരം UPA ഗവൺമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നൊരു സ്കീമാണ്, ഗോൾഡ് ഇമ്പോർട്ടിൽ കൊണ്ടുവന്നൊരു സ്കീമാണ് 80:20 എന്ന് പറയുന്ന സ്കീം. ആ 80:20 സ്കീമിനെ ഇപ്പോഴത്തെ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാര്യം എന്തൊക്കെയോ അതിന്റെ ബാങ്കിൽ കറപ്ഷൻ ഉണ്ടെന്നുള്ള ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 80:20 സ്കീം എന്ന് പറഞ്ഞ സ്കീം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതെങ്കിലും എക്സാം ചോദിച്ചാൽ ഗോൾഡ് ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരം, അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരത്തിന്റെ നേതൃത്വം കൊണ്ടുവന്ന സ്കീമാണ് 80:20. അത് വേറെ ഒന്നുമല്ല, ഗോൾഡ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്താൽ അതിന്റെ 80% ഇവിടെ ഉപയോഗിച്ചിട്ട് 20% തിരിച്ച് എക്സ്പോർട്ട് ചെയ്തിരിക്കണം ആഭരണങ്ങളൊക്കെ ആക്കിയിട്ട് എന്നുള്ളതാണ്. അതാണ് 80:20 സ്കീം. അതുപോലെ ഗീന ഹാസ്പൽ ഗീന ഹാസ്പൽ എന്ന് പറയുന്ന ഒരു ആളിന്റെ ഫോട്ടോ ഹിന്ദുവിന്റെ ഇന്റർനാഷണൽ പേജിലുണ്ട്. ഗീന ഹാസ്പലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CIA അമേരിക്കയുടെ ചാര ഏജൻസി അല്ലെ ഇന്റലിജൻസ് ഏജൻസിയായ CIA സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ആദ്യത്തെ വുമൻ ചീഫ് അവരാവാൻ പോയാണ് ഗീന ഹാസ്പൽ. ഗീന ഹാസ്പൽ HASPEL. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നിലവിൽ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപ് CIA ഡയറക്ടറായിരുന്ന മൈക്ക് പോംപിയോ അദ്ദേഹമാണ് ഇപ്പോൾ പിന്നീട് CIA ഡയറക്ടർ. പുള്ളിയെ പിന്നെ റെക്സ് ടിലേഴ്സിനെ മാറ്റിയിട്ട് പുതിയ ഹോം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആക്കിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പാലസ്തീന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ടെന്നുണ്ട് ഹിന്ദുവിൽ. പാലസ്തീൻ പ്രൈം മിനിസ്റ്റർ രാമി ഹംദല്ലയാണ്. രാമി ഹംദല്ല HAMDALLAH രാമി ഹംദല്ല. നേപ്പാളിന്റെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ട്. നേപ്പാളിന്റെ പ്രസിഡന്റ് വുമൻ പ്രസിഡന്റാണ്. പേര് വിദ്യാദേവി ഭണ്ഡാരി.
PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ്. ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് ഗൗബ. ഹോം സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് ഗൗബ, GAUBA, രാജീവ് ഗൗബ. മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ ലാൽ തൻഹാവ്ല, ലാൽ തൻഹാവ്ല, THANHAWLA, ലാൽ തൻഹാവ്ലയാണ് മിസോറാമിന്റെ ചീഫ് മിനിസ്റ്റർ. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു വജാദ് ഹബീബുള്ള, WAJAHAT, വജാദ് ഹബീബുള്ള, HABABULLAH. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാദ് ഹബീബുള്ളയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ഞാൻ പറഞ്ഞ മഹാരാഷ്ട്രയിൽ നടന്ന ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ്, മോഡൽ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ്. രണ്ടാമത്തെ ഫയർ ആൻഡ് റൂട്ട്സ് എന്ന് പറഞ്ഞ് തേനിയിൽ ഉണ്ടായ ഫോറസ്റ്റ് ഫയറിൽ 10ഓളം ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. പിന്നീട് CRPFന്റെ ഡയറക്ടർ ജനറൽ, CRPFന്റെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സായ CRPFന്റെ ഡയറക്ടർ ജനറൽ RR ഭട്നാഗർ ആണ്. RR ഭട്നാഗർ, രാജീവ് റായി ഭട്നാഗർ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് RR ഭട്നാഗർ, BHATNAGAR. പിന്നെ ഇന്ത്യയിൽ TB, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗം, TB പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള ടാർഗറ്റ് ഇയർ ആയിട്ട് ഗവൺമെന്റ് സെറ്റ് ചെയ്തേക്കുന്ന വർഷം 2025 ആണ്. അതറിഞ്ഞിരിക്കണം. 2025 ഇന്ത്യയിൽ നിന്ന് TB എന്ന് പറയുന്ന ഡിസീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുമെന്നാണ് ഗവൺമെന്റിന്റെ പ്ലഡ്ജ്, പ്രതിജ്ഞ. ഇപ്പോൾ ഏതെങ്കിലും എക്സാം ചോദിക്കുകയാണ്, ബൈ വിച്ച് ഇയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാണ്ട് ടു എലിമിനേറ്റ് TB, ട്യൂബർകുലോസിസ് ഫ്രം ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2025. അതുപോലെ മറ്റൊരു ന്യൂസ്, ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് ICMR. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 2017 കൊച്ചോൺ പ്രൈസ്, KOCHON, കൊച്ചോൺ പ്രൈസ് വിൻ ചെയ്തു. ICMR വിൻസ് 2017 കൊച്ചോൺ പ്രൈസ്, KOCHON, TB റിസർച്ച്. അതെന്തിനാണ് വിൻ ചെയ്തെന്ന് വെച്ചാൽ TB റിസർച്ച് നടത്തിയ ട്യൂബർകുലോസിസുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിനാണ് ICMR 2007 കൊച്ചോൺ പ്രൈസ് വിൻ. കൊച്ചോൺ പ്രൈസിന്റെ പ്രത്യേകത, the $65,000 prize is awarded annually by Stop TB Partnership and another organization, Stop TB Partnership, to individuals and organizations that have made a significant contribution to combating the disease. അതായത് TB എന്നുള്ള ഡിസീസ് കോമ്പാറ്റ് ചെയ്യുന്നതിനായിട്ട്, പ്രതിരോധിക്കുന്നതിനായിട്ട് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഓർഗനൈസേഷൻസിനോ ഇൻഡിവിജ്വൽസിനോ ആണ് ഈ കൊച്ചോൺ പ്രൈസ് കൊടുക്കുന്നത്, KOCHON, കൊച്ചോൺ പ്രൈസ്. അപ്പം അത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ മെയിൻ ന്യൂസുകൾ. അപ്പോൾ ഹിന്ദു ഇന്നത്തെയും സൺഡേയിലെയും ഞാൻ ഡിസ്കസ് ചെയ്തു. ഇനി സാറ്റർഡേയിൽ ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രമാണ് പെൻഡിങ്. നാളെ സാറ്റർഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പറും നാളത്തെ ന്യൂസ് പേപ്പറും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിയും. അപ്പോൾ ഇന്ന് ഇത്ര മതി. താങ്ക് യു വെരി മച്ച്.